ഇന്നലെ എല്ലാം പ്ലാൻ ചെയ്തിട്ടാണ് കിടന്നത്. രാവിലെ എണീറ്റ് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തേക്ക് വെക്കാനുള്ളതൊക്കെ വെച്ചിട്ട് ഞാൻ കുറച്ച് പുട്ടും ചിക്കനൊക്കെ കഴിച്ചു. അപ്പൂസിനെ ഒരു ഈത്തപ്പഴം കൊടുത്തിട്ട് ഇക്കാൻ ഏൽപ്പിച്ചിട്ട് നേരെ ചൂലെടുത്ത് പുറത്തേക്ക് ഇറങ്ങിയേക്കാണ്. കുറച്ച് ദിവസമായിട്ട് എൻ്റെ ബുഷ് ഓറഞ്ചിന് എന്നോട് വല്ലാത്തൊരു സ്നേഹമാണ്, നിറയെ കായ്ച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനതിൽ എയർ ലെയറൊക്കെ ചെയ്തതൊക്കെ ഒന്ന് ചെക്ക് ചെയ്തു. വേരൊക്കെ പിടിക്കാൻ സമയമാവുന്നേ ഉള്ളൂ. അതിൽ പണി കഴിയാത്തതുകൊണ്ട് തന്നെ മുറ്റം പക്ക ഒരു നീറ്റായിട്ട് കിടക്കുന്നില്ല കേട്ടോ. അടിച്ചു വാരി അകത്ത് വന്നപ്പോൾ അപ്പൂസിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജനൽ വഴി ഒന്ന് രണ്ട് തവണ വിളിച്ചതാ, ഞാൻ കാണാത്ത പോലെ നിന്നതായിരുന്നു. ഇക്കാക്കും അപ്പൂസിനും ഇന്ന് നുറുക്ക് ഗോതമ്പാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. കാരണേ പുട്ടുക്കുള്ള ചിക്കൻ കറി എല്ലാവർക്കും തികയൂലായിരുന്നു. അപ്പോൾ അവരിത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു. പിന്നെ അതുമല്ല, അപ്പൂസിനാണെങ്കിലും ഇക്കാക്കാണെങ്കിലും ഇത് ഭയങ്കര ഇഷ്ടമാണ്. രാവിലത്തെ തിരക്കൊക്കെ കഴിഞ്ഞപ്പോൾ ഇതാണ് അവസ്ഥ. രാവിലെ ഒരു 10 മണി വരെ ഹൈ വോൾട്ടേജിലായിരുന്നു ഞാൻ കേട്ടോ. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഡിമ്മാവൽ തുടങ്ങി. ഞാൻ പറഞ്ഞില്ലേ വൈറ്റമിൻ ഡിൻ്റെ കാര്യം, എപ്പോഴാണ് കോലം മാറുന്നതെന്ന് അറിയില്ല. ഇക്ക പോയപ്പോഴേ ഇന്നലെ ഉണ്ടാക്കി വെച്ച ഫുഡൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അപ്പൂസിനെയും കൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. കുറേ നേരം പുറത്തു കൂടെ ഒക്കെ നടന്നതിന് ശേഷം അവന് ഞാനൊരു പുഴുങ്ങിയ മുട്ട കൊടുത്തു. അവനെ ഉറക്കുന്നതിന് മുൻപായിട്ട് കിച്ചണൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തതാ. അപ്പൂസ് ഇവിടെ ഉറങ്ങിയിട്ടുണ്ട്. ഞാനൊന്നും നോക്കിയില്ല. 11 മണി ആവുന്നേ ഉള്ളൂ. ഞാൻ തലേനെ എടുത്തിട്ട് നന്നായിട്ട് അങ്ങോട്ട് കിടന്നുറങ്ങി. ഞാനും അപ്പൂസും ഉറങ്ങി എണീറ്റത് ഏകദേശം 2:30 2:45 അതിന് ശേഷമാണ് പിന്നെ പുറത്തേക്ക് വെച്ചിരുന്ന ചിക്കനൊക്കെ എടുത്തിട്ട് ഫ്രൈ ചെയ്തത്. സാധാരണ ഞാനിങ്ങനെ ഡീപ്പ് ഫ്രൈ ചെയ്യലില്ല കേട്ടോ. ഇന്ന് ഞാനത് കുക്കറിലൊന്ന് വേവിച്ചപ്പോൾ കുറച്ച് വേവ് കമ്മിയായിട്ട് തോന്നി. അതുകൊണ്ടാണ് വീണ്ടും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഞങ്ങളെ ലഞ്ച് കേട്ടോ. അപ്പൂസ് അത് മുഴുവൊന്നും കഴിക്കൂല കേട്ടോ. എനിക്കും കൂടെ കണ്ടിട്ടാണ് എടുത്തത്. അതൊക്കെ കഴിഞ്ഞതാ ഞാൻ പാത്രമൊക്കെ കഴുകുന്ന സമയത്ത് ആൾ സ്റ്റെപ്പ് ഏറി പോവൽ തുടങ്ങിയിട്ടുണ്ട്. അതിനുശേഷം ഒരു 3 മണി കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കുളിച്ചത് കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് ഞാനിവിടെ വീഡിയോ എടുത്തപ്പോൾ ആൾ മിററിൽ അവനെ തന്നെ നോക്കിയിട്ട് സംസാരിക്കുകയാണ്. വാ നമുക്കൊന്ന് കിടക്കാമെന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ഇതാണ് അടുത്ത പരിപാടി. ഒരു 4:30 ആയപ്പോൾ അപ്പൂസിനെയും കൊണ്ട് പുറത്തിറങ്ങി. ആ സമയത്ത് ആദോനും മോനുവിൻ്റെ കൂടെ പീടിയെ പോകണം പറഞ്ഞങ്ങാണ്ട് ഇങ്ങനെ ചെറുതായിട്ട് ചിനുങ്ങിയപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, ഞാനും മോളും ആദ്യമൊക്കെ കൂടെ കാക്കാൻ്റെ കടയിൽ പോയിട്ട് കുറച്ച് പിന്നെ ഇതുപോലുള്ള ഐറ്റംസൊക്കെ വാങ്ങി വന്നു കേട്ടോ. ആ സമയത്ത് തിരിച്ചു വന്നപ്പോൾ തനുവും സച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇക്കാൻ്റെ മൂത്താപ്പാൻ്റെ പേരക്കുട്ടികളാണ് കേട്ടോ തനുവും സച്ചൊക്കെ. അപ്പോൾ അവർ കുറേ നേരം കളിച്ചിട്ടൊക്കെയാണ് പോയത്. ഞാൻ അവർക്ക് കോഫിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. അതിനുശേഷം വൈകുന്നേരം ആയപ്പോൾ അപ്പൂസിന് കഞ്ഞി കൊടുത്തു. ഞാൻ ഇടയ്ക്കൊക്കെ മട്ടരി വെച്ചിട്ട് കഞ്ഞി വെക്കലുണ്ടായിരുന്നു. ഇന്നത് വെക്കാത്തതുകൊണ്ട് തന്നെ അപ്പൂസ് വല്ലാണ്ട് കഞ്ഞി കുടിച്ചിട്ടില്ലായിരുന്നു. അവൻ ഉറങ്ങിയതിന് ശേഷമാണ് പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ചത്. മീനൊക്കെ പൊരിച്ചിട്ട് അങ്ങനെ കഴിച്ചു. ഇന്നലെ തന്നെ മസാല കൂട്ടി വെച്ച മീനുണ്ടായിരുന്നു, അതൊക്കെ കൂട്ടിയിട്ട് ഭക്ഷണം കഴിച്ചു കേട്ടോ. ഇന്ന് കുറേ പാത്രങ്ങൾ ഒഴിവാക്കി കഴുകാനൊക്കെ ഉണ്ട് കണ്ടോ, ഒക്കെ ഇവിടെ ഒഴിവാക്കി. ഭക്ഷണം കഴിച്ച് കഴിയുന്നതിൻ്റെ മുന്നേ അപ്പൂസ് ഒന്ന് ഉണർന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അവന് ഉറങ്ങിയതിന് ശേഷം ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇനി ഞാനും പോയി കിടന്നുറങ്ങട്ടെ. അപ്പോൾ നാളെ വീണ്ടും കാണാം.